ഏതെല്ലാം രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റുമോ ആ രീതിയിൽ അത് ഗ്രാമപഞ്ചായത്തിന്റെ തലത്തിൽ കൊണ്ടുവയ്ക്കുകയും അതിനെ രീതിയിൽ എല്ലാ രീതിയിൽ അർത്ഥവത്തായ രീതിയിൽ രാഷ്ട്രീയ ലാഭം ചെയ്യുകയും ചെയ്ത കുറെ കൂട്ടരുണ്ട് ഇതിനകത്ത്. കിട്ടേണ്ട സേവനങ്ങൾ കിട്ടേണ്ടതായ രീതിയിൽ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന്റെ പിന്നിൽ നടക്കുകയും ഈ ഒരു സേവനം ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുവാനും സാധിച്ചത്. ഈ ആശുപത്രി രാത്രി സമയങ്ങളിൽ ഉണ്ടായിരുന്ന സേവനം കിട്ടാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ആശുപത്രികൾ എന്തുമാത്രം അധിക ലാഭമാണ് ഈ നാട്ടിൽ നിന്ന് ഈടാക്കിയതെന്നുള്ളത്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സേവനം പെട്ടെന്ന് കിട്ടാതാകുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനം പല രീതിയിൽ പ്രതികരിക്കുകയും ആ പ്രതികരണങ്ങളുടെ എല്ലാം അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കാരണം എനിക്ക് തന്നെ അറിയാം, ജയശ്രീ മാഡമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ ഇതിനു വേണ്ടി പോവുകയും അത് പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നെ അതിനെ ആത്മാർത്ഥമായ രീതിയിൽ തന്നെ അതിനെ കൊണ്ടെത്തിക്കുകയും ഈ സേവനം ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നുള്ളത്. സത്യത്തിൽ ഇക്കഴിഞ്ഞു പോയ ഈ കാലയളവിനകത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ ഒരു വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു റൂറൽ ഹെൽത്ത് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരു സേവനം നമ്മുടെ നാട്ടിൽ സംഭവിച്ച ദാരുണമായ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തേണ്ടി വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പിന്നീട് ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഏതെല്ലാം രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റുമോ ആ രീതിയിൽ അത് ഗ്രാമപഞ്ചായത്തിന്റെ തലത്തിൽ കൊണ്ടുവയ്ക്കുകയും അതിനെ രീതിയിൽ എല്ലാ രീതിയിൽ അർത്ഥവത്തായ രീതിയിൽ രാഷ്ട്രീയ ലാഭം ചെയ്യുകയും ചെയ്ത കുറെ കൂട്ടരുണ്ട് ഇതിനകത്ത്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ സേവനങ്ങൾ കിട്ടേണ്ടതായ രീതിയിൽ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന്റെ പിന്നിൽ നടക്കുകയും ഈ ഒരു സേവനം ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുവാനും സാധിച്ചത്. അല്ലാതെ നമ്മൾ ആരണ്ട പറയുന്നതൊക്കെ രാവിലെ സോഷ്യൽ മീഡിയ ഓണാക്കി വെച്ചിട്ട് അങ്ങ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് വക്കം RHC പൂട്ടി അതിനാരൊക്കെയാണ് ഉത്തരവാദികൾ, ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു, ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മാറ്റിയതിനു ശേഷം അന്യഗ്രഹത്തു നിന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വരാൻ പോകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ കൊണ്ടെത്തിച്ചത്. അവരെല്ലാവരും മനസ്സിലാക്കി ചുറ്റുവട്ടക്കാലമായി നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ ആശുപത്രി രാത്രി സമയങ്ങളിൽ ഉണ്ടായിരുന്ന സേവനം കിട്ടാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ആശുപത്രികൾ എന്തുമാത്രം അധിക ലാഭമാണ് ഈ നാട്ടിൽ നിന്ന് ഈടാക്കിയതെന്നുള്ളത്. എന്നാലും അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ അടക്കം ഈ ബന്ധപ്പെട്ട അധികാരികൾ അടക്കം ഉള്ളവരുണ്ട്. എനിക്കൊരു ചെറിയ റിക്വസ്റ്റോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനു മുന്നേയും HMCയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പാലിയേറ്റീവ് രോഗി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പോയി പരിശോധിക്കുവാനും ആ മരണം ഒന്ന് ഉറപ്പാക്കാനും വേണ്ട ഒരു സേവനം കൂടെ നമ്മൾ ഉണ്ടാവണം. ഈ തൊട്ടടുത്ത 2-3 ദിവസം അതിലാരെയും കുറ്റം പറയുന്നതല്ല, അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ടാവുകയാണ്. നമ്മുടെ ആശുപത്രിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ AMOയുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്നുണ്ടാണ്. നമ്മൾ HMCയിൽ തീരുമാനമെടുത്തെങ്കിലും അത് ഇതുവരെ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല.